കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കോടികളുടെ വികസന പദ്ധതികളുമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സെമിനാർ ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് കോടികളുടെ വികസന പദ്ധതികളുമായി വികസന സെമിനാർ സംഘടിപ്പിച്ചത്. 13 വിഷയമേഖലകളിലായി വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് കരട് പദ്ധതി നിർദ്ദേശങ്ങളും സ്ഥിതിവിവര കണക്കുകളും തയ്യാറാക്കി അവ ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് കരട് പദ്ധതികൾ തയ്യാറാക്കിയാണ് വികസന സെമിനാറിലേക്ക് ചർച്ചകൾക്കായി വെച്ചത്. വികസന സെമിനാറിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ആസൂത്രണ സമിതി ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ പദ്ധതിക്ക് ഭരണസമിതി അംഗീകാരം നൽകും. SK സ്മൃതി കേന്ദ്രവും മുളങ്കാടും നവീകരിച്ച് ടൂറിസം പദ്ധതി, കാരശ്ശേരി കഫേ, ഗ്രാമവണ്ടി, പഞ്ചായത്ത് സുവർണ ജൂബിലി സ്മാരകമായി പഞ്ചായത്ത് ഓഫീസിനും MCFനും പുതിയ കെട്ടിടം, വിദ്യാർത്ഥികൾക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠന പരിചയം, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്നീ ലക്ഷ്യത്തോടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പദ്ധതികൾ, തരിശുരഹിത കാരശ്ശേരി, സുസ്ഥിരം കാരശ്ശേരി പദ്ധതികളുടെ പുനരാരംഭം, ഹൃദയസ്പർശം മൊബൈൽ മെഡിക്കൽ ലാബ് ഉൾപ്പെടെ വ്യത്യസ്തവും നൂതനവുമായ പദ്ധതികളാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ നടപ്പിലാക്കാൻ പോകുന്നത്. വികസന സെമിനാർ ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തെ പദ്ധതി രേഖയായിരിക്കും. അടുത്തത് 15ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളം ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുന്നത് അധികാര വികേന്ദ്രീകരണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയത്. നേരത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധികാരം ജനങ്ങളിലേക്ക് എത്തി ജനങ്ങളിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തുന്ന രീതി ജനകീയ ആസൂത്രണം ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുത്തൊരു മാതൃകയായി നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവാദ് ഇബ്രാഹിം പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതി രേഖ ലിൻഡോ ജോസഫ് MLA AP മുരളീധരൻ മാസ്റ്റർക്ക് നൽകി. പദ്ധതി ക്രോഡീകരണം V മോയി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ദിവ്യ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അബ്ദുൽ ഹാരിഫ്, ജിപ്സ ജോബിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VN ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജംഷിദ് ഒളകര, K ശിവദാസൻ, K ഷാജികുമാർ, KC ആലി, EP ബാബു, നടുക്കണ്ടി അബൂബക്കർ, AP മോയിൻ, ജോസ് തോമസ്, KP ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, ഗ്രാമസഭ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ, അംഗനവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.